നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റ് നിയമം പ്രാബല്യത്തിൽ വന്നു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ച നിർദ്ദേശത്തെ തുടർന്ന് ഇതുവരെ 35,000 പേരാണ് എക്സിറ്റ് പെർമിറ്റിന് അനുമതി നേടിയിരിക്കുന്നത്. അതേസമയം അപേക്ഷ സമർപ്പിച്ച തൊഴിലാളികൾക്ക് തൊഴിലുടമ അനുമതി നിഷേധിച്ച ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. അപേക്ഷകരുടെ എണ്ണം വരും ദിവസങ്ങളിൽ ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാനവ വിഭവശേഷി സമിതി അധികൃതർ വ്യക്തമാക്കി. ഇറാൻ ആണവ കരാറിനായുള്ള ചർച്ചകൾക്കാണ് ഇപ്പോഴും പ്രഥമ പരിഗണനയെന്നും ഇതിനായി ബന്ധപ്പെട്ട കക്ഷികളുമായി ദിനംപ്രതി ചർച്ചകൾ നടത്തിവരികയാണെന്നും ഖത്തർ അറിയിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷവും ഇറാനുമായി ആണവ കരാറിലെത്താനുള്ള ശ്രമങ്ങളിൽ ഖത്തർ പങ്കാളിത്തം വഹിച്ചു വരുന്നതായി പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി എല്ലാ കക്ഷികളുമായും തുടർച്ചയായി ബന്ധപ്പെട്ടു വരികയാണ്. അതേസമയം ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നിലവിൽ ഖത്തറുമായി ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ വിശാലവും സമഗ്രവുമായ ഒരാണവ കരാർ ഉണ്ടാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. കരാറിൽ എത്തുന്നതിലേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കരാറിൽ എത്താനുള്ള ചർച്ചകളിൽ നിഷേധിക്കാനാവാത്ത ചില സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. അതേസമയം ഗസ മുനമ്പിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും ഖത്തറിൽ നിലവിൽ നടക്കുന്നില്ലെങ്കിലും അത്തരമൊരു ചർച്ചയിലേക്ക് മടങ്ങിയെത്താൻ ഖത്തറിന്റെ മധ്യസ്ഥ പങ്കാളിയായ ഈജിപ്ത്, അമേരിക്ക എന്നിവരുമായി ചേർന്ന് ഒരു ഫോർമുലയുണ്ടാക്കാനുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അന്താരാഷ്ട്ര സമൂഹമെന്ന നിലയിൽ ഈ പ്രതിസന്ധി ഏകദേശം 2 വർഷമായി തുടരുകയാണ്. ഈ മനുഷ്യക്കുരുതികൾ മാധ്യമങ്ങളിൽ പോലും വലിയ സ്വാധീനം ചെലുത്താത്ത വിധം വെറും സംഖ്യകളായി മാറുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഗസയിലെ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഡോക്ടർ മാജിദ് അൽ അൻസാരി കൂട്ടിച്ചേർത്തു. അൻവർ പാലേരി, 24, ദോഹ. സൗദിയിൽ വിമാനത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയെന്ന എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ വ്യാജ ആരോപണത്തെ തുടർന്ന് 5 ദിവസം ജയിലിൽ കിടന്ന വിദ്യാർത്ഥിയും കുടുംബവും 10 ദിവസമായി റിയാദിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിരപരാധിത്വം തെളിഞ്ഞതിനെ തുടർന്ന് ജയിൽ മോചിതനായെങ്കിലും ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ 15-കാരനായ ദില്ലി സ്വദേശി കുടുംബവും ഇപ്പോഴും മടങ്ങാനാവാതെ റിയാദിൽ തുടരുന്നു. ഇക്കഴിഞ്ഞ 22-ാം തീയതി ലണ്ടനിൽ നിന്നും ദില്ലിയിലേക്ക് പറക്കുകയായിരുന്ന എയർ ഇന്ത്യയുടെ AIC 114 നമ്പർ വിമാനത്തിലാണ് സംഭവം നടന്നത്. യാത്രാമധ്യേ വിമാനത്തിലെ ശുചിമുറിയിൽ ടോയ്ലറ്റ് പേപ്പറിൽ എഴുതിയ ബോംബ് ഭീഷണി അടങ്ങുന്ന സന്ദേശം എയർ ഹോസ്റ്റസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ഇതേ തുടർന്ന് വിമാനത്തിന്റെ ക്യാപ്റ്റൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനം റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കുകയായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സന്ദർഭമായിരുന്നതിനാൽ സൗദി സുരക്ഷാ അധികൃതർ അതീവ ഗൗരവമായാണ് വിഷയം കൈകാര്യം ചെയ്തത്. സുരക്ഷാ അധികൃതർ എത്തി യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് മാറ്റുകയും നടപടിക്രമങ്ങൾ അനുസരിച്ച് പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും സ്ഫോടന വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല. ഈ സമയത്താണ് വിമാനത്തിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം യാത്ര ചെയ്ത വിദ്യാർത്ഥിക്കെതിരെ 2 എയർ ഹോസ്റ്റസുമാർ സംശയത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത്. ബോംബ് ഭീഷണി സന്ദേശം എഴുതിയത് വിദ്യാർത്ഥി ആയിരിക്കാമെന്നാണ് എയർ ഹോസ്റ്റസുമാർ സംശയം പ്രകടിപ്പിച്ചത്. വിമാനത്തിന്റെ ഏറ്റവും പിൻഭാഗത്തുള്ള ശുചിമുറിയിൽ നിന്നാണ് ബോംബ് ഭീഷണി എഴുതിയ ടിഷ്യൂ പേപ്പർ ലഭിച്ചതെങ്കിലും കുടുംബം ഇരുന്ന സീറ്റുകൾക്ക് തൊട്ടരികിലുള്ള മറ്റൊരു ശുചിമുറിയാണ് വിദ്യാർത്ഥി ഉപയോഗിച്ചിരുന്നത്. ഇക്കാര്യം കുട്ടിയോടൊപ്പം അടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ അറിയിച്ചെങ്കിലും എയർ ഹോസ്റ്റസുമാർ തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും വിദ്യാർത്ഥിക്ക് നേരെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സൗദി സുരക്ഷാ അധികൃതർക്ക് മൊഴി നൽകുകയുമായിരുന്നു. ഇതേ തുടർന്ന് സുരക്ഷാ അധികൃതർ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ജുവൈനൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. മാതാപിതാക്കളെ വിമാനത്താവളത്തിലെ ഹോട്ടലിലാണ് താമസിപ്പിച്ചത്. വിഷയത്തിൽ ഇന്ത്യൻ സ്ഥാനപതി സുഹൈൽ അജാസ് ഖാൻ അടിയന്തിരമായി ഇടപെടുകയും തുടർന്ന് ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വിഭാഗം കൗൺസിലർ വൈ സാബിർ, ജയിൽ വിഭാഗം അറ്റാഷെ രാജീവ് സിക്രി, സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിനിടയിൽ സൗദി സുരക്ഷാ സേന നടത്തിയ അന്വേഷണത്തിലും കുട്ടിയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു. ഇതിനു പുറമെ സംഭവത്തിൽ കുട്ടിയുടെ പങ്ക് നേരിൽ കണ്ടിട്ടില്ലെന്നും സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും അറിയിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ച ജീവനക്കാരിൽ ഒരാൾ
സൗദി അധികൃതർക്ക് രേഖാമൂലം നൽകിയ മൊഴിയും നിർണായകമായി. ഇതോടെ കഴിഞ്ഞ ശനിയാഴ്ച കുട്ടിയുടെ ജയിൽ മോചനം സാധ്യമായെങ്കിലും കുട്ടിയുടെ പേരിലുള്ള കേസ് വിമാനത്താവളത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവർക്ക് നാട്ടിലേക്ക് തിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സൗദി അധികൃതരുടെയും ഇന്ത്യൻ എംബസിയുടെയും നേതൃത്വത്തിൽ ഇതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ബ്രിട്ടനിൽ ശാസ്ത്രജ്ഞനായ ബാംഗ്ലൂർ സ്വദേശിയുടെ മകനാണ് വിമാന ജീവനക്കാരുടെ സംശയത്തിൻ്റെ പേരിൽ കൊടിയ ദുരിതത്തിന് ഇരയായത്. ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി 5 ദിവസം ജയിലിൽ കിടന്നതിൻ്റെ മാനസിക ആഘാതത്തിലാണ് ഇപ്പോഴും. മധ്യവേനൽ അവധിക്കായി ലണ്ടനിൽ നിന്നും ദില്ലിയിലേക്ക് യാത്ര ചെയ്യവെയാണ് കുടുംബത്തിന് ദുരനുഭവം നേരിട്ടത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾക്ക് ഐബാൻ നമ്പർ നിർബന്ധമാക്കി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. സാമ്പത്തിക ഇടപാടുകളുടെ വേഗതയും സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ എല്ലാ അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകളും ഇത്തരത്തിൽ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് മാത്രമേ പ്രോസസ് ചെയ്യൂ എന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. നേരത്തെ തന്നെ വിദേശത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിന് ഐബാൻ ബാധകമാക്കിയിരുന്നു. ഇത് വാസ്തവത്തിൽ ഒരു ഇൻ്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അയക്കുന്ന പണം വളരെ വേഗത്തിലും കൃത്യതയോടുകൂടിയും അതുപോലെ തന്നെ തെറ്റില്ലാതെയും നമ്മൾ അയക്കുന്ന ആ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നതിന് ഐബാൻ നമ്പർ നിർബന്ധമല്ല. കാരണം ഇന്ത്യയിൽ ഐബാൻ നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ ഇന്ത്യയിലുള്ള പ്രവാസികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒമാനിലേക്ക് പൈസ അയക്കുമ്പോൾ നിർബന്ധമായും ഐബാൻ നമ്പർ കൊടുക്കേണ്ടതാണ്. 23 അക്കമുള്ള ആൽഫ ന്യൂമറിക് നമ്പറാണ് ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ. എല്ലാ ഉപഭോക്താക്കൾക്കും അവരുടെ ബാങ്കുകളിൽ നേരിട്ടെത്തിയോ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായി ഐബാൻ നമ്പർ കണ്ടുപിടിക്കാനാകും. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അന്താരാഷ്ട്ര ഇടപാടുകൾക്കായി ഐബാൻ സംവിധാനം 2024 മാർച്ച് 31 ആദ്യമായി നടപ്പാക്കിയത്. 24 ഒമാൻ. മികച്ച പ്രകടനം കാഴ്ചവെച്ച ആമർ സെന്ററുകൾക്ക് ദുബായിൽ ആദരവുമായി GDRFA 5 ആമർ സെന്ററുകൾക്കാണ് പുരസ്കാരം നൽകിയത്. സേവന മികവിന്റെ അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അമർ സെന്ററുകളെയാണ് ദുബായിലെ ജനറൽ ഡയറക്ടർ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആദരിച്ചത്. 5 അമർ സെന്ററുകളാണ് ഈ വർഷത്തെ നേട്ടത്തിന് അർഹരായത്. ഉപഭോക്തൃ സംതൃപ്തി, പരാതികളുടെ കാര്യക്ഷമമായ പരിഹാരം എന്നിവയുൾപ്പെടെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങളാണ് മികച്ച സെന്ററുകളെ തിരഞ്ഞെടുക്കുന്നതിന് അടിസ്ഥാനമാക്കിയതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ദുബായിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറി. ചടങ്ങിൽ GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹേർ ബിൻ സുറൂദ്, വിവിധ അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി മികച്ച നേതൃത്വം, ഉപഭോക്തൃ സ്വീകരണത്തിലെ മികവ് എന്നിവയിലെ കഴിവുകൾക്കനുസരിച്ച് വ്യക്തികളെയും ഡയറക്ടറേറ്റ് ആദരിച്ചു. അതോടൊപ്പം മികച്ച മോഡൽ അമർ സെന്ററുകളെ കണ്ടെത്തുന്നതിനായി സർവീസ് പൈനിയേഴ്സ് അവാർഡ് എന്ന പേരിൽ അടുത്ത വർഷം മുതൽ വാർഷിക അവാർഡ് ഏർപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. 2025 ജനുവരി മുതൽ മെയ് അവസാനം വരെ അമർ സെന്ററുകൾ വഴി 10 ലക്ഷത്തിലധികം ഇടപാടുകളാണ് പൂർത്തിയാക്കിയത്. 24 ദുബായ്. UAE പ്രമുഖ കലാസ്ഥാപനമായ നൃത്തയുടെ വാർഷികാഘോഷം അജ്മാനിൽ നടന്നു. അജ്മാൻ കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടി അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റായ പോൾ ടി ജോസഫ്, അൽ ഐൻ വേൾഡ് മലയാളി കൗൺസിൽ വുമൺ ഫോറം സെക്രട്ടറി ബിന്ദു ബോബൻ, അജിത് കുമാർ തോപ്പിൽ, സൗമ്യ ഹരികുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ദുബായിലെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ പ്രേം മേനോന്റെ നേതൃത്വത്തിൽ 70ഓളം കലാകാരന്മാർ അണിനിരന്ന നൃത്തസന്ധ്യ അരങ്ങേറി. UAE വിവിധയിടങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകൾ പരിപാടിയുടെ ഭാഗമായി. സൈബർ ലഹരി വിൽപ്പനയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്തു. മലയാളിയായ മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവാണ് ഈ ശൃംഖലയെ നിയന്ത്രിച്ചിരുന്നത്. ലെവൽ 4 എന്ന വിശേഷണത്തിലാണ് ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയായ കെറ്റാമലോൺ പ്രവർത്തിച്ചിരുന്നത്. ലെവൽ 4 സൂചിപ്പിക്കുന്നത് ലഹരി വിൽപ്പനയുടെ അളവും ആഴവും കൂടിയാണ്. വിദേശത്തു നിന്ന് കൊച്ചിയിലെത്തിയ ലഹരി നിറഞ്ഞ രഹസ്യ പാഴ്സലാണ് നിർണായകമായത്.
ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യത്താകെ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് പാഴ്സൽ വഴി ലഹരി കടത്തുന്ന സൈബർ ഇടത്തിലേക്കും അതിന്റെ ശൃംഖലയിലേക്കും അന്വേഷണം എത്തിയത്. രഹസ്യമായി NCB നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ ലഹരി ശൃംഖലയുടെ മാസ്റ്റർ ബ്രെയിൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസണിലേക്കാണ്. 2 വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തിവരികയാണ്. 6 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് NCBക്ക് ലഹരി ശൃംഖലയിൽ കടന്നുകയറി പ്രതിയെ പിടിക്കാനായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 1127 LSD സ്റ്റാമ്പുകളും 131.36 ഗ്രാം കെറ്റാമിനും കണ്ടെത്തി. 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തിയിട്ടുണ്ട്. ട്രാൻസാക്ഷനുകൾ ക്രിപ്റ്റോ മറയിലായിരുന്നു. ഇതിനു പുറമെ ഇടപാട് ഡാർക്ക് വെബിലായതിനാൽ ഇടപാടുകാരും കച്ചവടക്കാരും പരസ്പരം അറിയുകയുമില്ല. ഡാർക്ക് വെബിലെ മേൽവിലാസമില്ലാത്ത ഐഡികളായിരിക്കും ഡീൽ സംസാരിക്കുന്ന ഇടം. ഇതും പ്രതികളിലേക്ക് എത്താൻ പ്രതിസന്ധിയായി. ഡാർക്ക് വെബ് വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ 14 മാസത്തിനിടെ കെറ്റാമിലോൺ 600 ഷിപ്മെന്റ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ NCBയുടെ നിർണായക നീക്കം. ഒടുവിൽ പിടിയിലാക്കുന്നത് മുഖ്യകണ്ണി. അന്വേഷണം പല രീതിയിൽ വ്യാപിപ്പിക്കുമ്പോൾ ഇനിയും ആരൊക്കെ പിടിയിലാകും? കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തത തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നത് കാരണമായി എന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ ഒരു ഗവൺമെന്റ് സർവന്റ് നല്ല ആത്മാർത്ഥതയുള്ളയാള്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാള്, അഴിമതി തീണ്ടാത്തിയാണ്. അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഭാഗമായ ഒരു അതൃപ്തി ഉണ്ടായാൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനടിയാകും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ഹസൻ, പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കും. ലക്ഷ്യം ശരിയായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തി. തന്റെ പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല. പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ 24-നോട് പറഞ്ഞു. പാവപ്പെട്ട രോഗി നിന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും. അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണത്. അപ്പോൾ അത് ലക്ഷ്യം ശരിയായിരുന്നു, പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ, അതുകൊണ്ട് ഫലപ്രാപ്തിയിലെത്തി. നമ്മൾ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ താമസം വരുമ്പോൾ രോഗിക്ക് അപായം സംഭവിക്കുന്നത് ആണല്ലോ കൂടുതൽ പ്രധാനം. അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്കത് കൂടുതൽ വേദനാജനകമായിരുന്നേനെ. ഇതിനകത്ത് നമുക്കങ്ങനെ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ അത് പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് എത്തിയത്. ഇല്ലെങ്കിൽ അത് പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ അത് അങ്ങനെ എത്തില്ല. അത് പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ ആ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിൽ ഫലം കണ്ടിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റിയേക്കുമെന്നാണ് സൂചന. ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യപ്രതികരണവും തുടർ വിവാദവും വേണ്ടിവന്നു പ്രശ്നപരിഹാരത്തിന്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു. ഇതോടെ യൂറോളജി വിഭാഗത്തിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. അതേസമയം സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA പ്രതിഷേധധർണ സംഘടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ മാർച്ച്. വയനാട് മാനന്തവാടി, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ ഈ നാട്ടിൽ വരുമെന്നുള്ള സംശയമില്ല. പക്ഷെ ആ 8 മാസത്തേക്ക് കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ
ഞങ്ങൾ സമ്മതിക്കില്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഗൾഫ് ഓഫീസിലേക്ക് വീണ്ടും. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പോലീസ് മേധാവി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ അനുമതി ലഭിച്ചതിനു പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത്. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ADGP-മാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു. പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H. വെങ്കടേഷിൽ നിന്ന് അധികാരമേറ്റെടുത്തു. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പോലീസ് മേധാവി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകനല്ലാത്തയൊരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി ചെന്ന് പരാതി ഉന്നയിച്ചു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് DGP-യോട് ചോദ്യങ്ങൾ ഉയർത്തിയത്. അതേസമയം കണ്ണൂരിലെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിലും പുതിയ പോലീസ് മേധാവി പങ്കെടുത്തു. തിരുവനന്തപുരം, കണ്ണൂർ. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി മുതിർന്ന CPI നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം മുതിർന്ന നേതാക്കൾ ഇന്ന് VS-നെ ആശുപത്രിയിൽ എത്തിക്കണ്ടു. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില വിലയിരുത്തി. രക്തസമ്മർദ്ദം, ഹൃദയത്തിന്റെ പ്രവർത്തനം, അണുബാധ എന്നിവയിലാണ് ആശങ്ക. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ തുടരുന്ന ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെയും തീരുമാനം. ഇതനുസരിച്ച് ഡയാലിസിസ് പുനരാരംഭിച്ചു. അണുബാധ തടയാൻ ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി VS-നെ സന്ദർശിച്ചു. ഡയാലിസിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും VS-ൻ്റെ നിശ്ചയദാർഢ്യവും VS വ്യായാമമൊക്കെ ചെയ്തുറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് VS-നുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. മന്ത്രിമാരായ P. പ്രസാദ്, J. ചിഞ്ചുറാണി എന്നിവരും ഇന്ന് VS-നെ കാണാനെത്തി. 24 തിരുവനന്തപുരം. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. ജൂഡ് ആന്റണി ജോസഫിന്റെ തുടക്കം എന്ന സിനിമയിലൂടെയാണ് അരങ്ങിലെത്തുക. മകൾ സിനിമയിലേക്ക് എന്ന സർപ്രൈസ് പുറത്തുവിട്ടത് മോഹൻലാൽ തന്നെയാണ്. വൈകുന്നേരം 5 മണിക്ക് ഫേസ്ബുക്കിലൂടെ തുടക്കം എന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സിനിമയുമായുള്ള പ്രണയബന്ധത്തിന്റെ ആദ്യ കാൽവയ്പ് എന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മകളുടെ ആദ്യ സിനിമ വിശ്വാസത്തോടെ തന്നെ ഏൽപ്പിച്ച ലാലേട്ടനെയും സുജിച്ചേച്ചിയെയും നിരാശപ്പെടുത്തില്ലെന്ന് ജൂഡ് ആന്റണി ജോസഫിന്റെ ഉറപ്പ്. അവകാശവാദങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു സിനിമയായിരിക്കുമെന്നും സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത് സിനിമയാണ് തുടക്കം. പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ആശീർവാദിന്റെ ബാനറിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിൽ ഒരെണ്ണമൊഴികെ മറ്റെല്ലാം മോഹൻലാൽ നായകനായവയാണ്. പ്രണവ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച ആദിയാണ് മറ്റൊരു ചിത്രം. അതിലും മോഹൻലാലിന്റെ അതിഥി വേഷമുണ്ടായിരുന്നു. തുടക്കം എന്ന സിനിമയിലെ മറ്റഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ആരെന്ന ചർച്ച സമൂഹമാധ്യമങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് റയൽ മാഡ്രിഡ് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ യുവന്റസ് ആണ് എതിരാളികൾ.
ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ അൽ ഹിലാലിനെതിരായ സമനിലക്കുരുക്കോടെ തുടങ്ങിയ റയൽ മാഡ്രിഡ് പതിയെ താളം വീണ്ടെടുക്കുകയാണ്. മെക്സിക്കൻ ക്ലബ്ബ് പച്ചൂക്കയെയും ഓസ്ട്രിയൻ ക്ലബ്ബ് RB സാൽസ്ബർഗിനെയും വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ പ്രീ ക്വാർട്ടറിലെത്തിയ ലോസ് ബ്ലാങ്കോസിന് ഇനി നേരിടാനുള്ളത് ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിനെ. അസുഖം ഭേദമായി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തിരിച്ചെത്തുന്നത് റയലിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. എന്നാൽ എംബാപ്പെ ആദ്യ 11-ൽ കളിക്കാൻ സാധ്യത കുറവ്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, വാൽവർദെ എന്നിവർ പതിവ് ഫോമിലേക്ക് ഉയർന്നാൽ ഇറ്റാലിയൻ ക്ലബിന് പിടിച്ചു നിൽക്കാനാവില്ല. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് തകർന്നടിഞ്ഞെങ്കിലും യുവന്റസും മോശമല്ല. കോളോ മുവാനിയും ഫ്രാൻസിസ്കോ കോൺസിക്കാവോയും ഇൽഡിസുമെല്ലാം ചേർന്ന ടീം റയലിന് ഷോക്ക് കൊടുക്കാൻ പോകുന്നവരാണ്. അവസാന 8-ൽ ഇടം മോഹിച്ച ബൊറൂസിയ ഡോട്ട്മുണ്ടും കളത്തിലെത്തും. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 നടക്കുന്ന കളിയിൽ സെർജിയോ റാമോസിന്റെ മോൺട്രിയാണ് എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ സർക്കാർ. ഗവർണറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട പദവിയുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠഭാഗങ്ങളുടെ കരട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം ഗവർണറുടെ സുരക്ഷയ്ക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം മാറ്റിയതിൽ രാജ്ഭവൻ സർക്കാരിനെ അതൃപ്തി അറിയിച്ചേക്കും. സംസ്ഥാനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരപരിധി, ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ തയ്യാറായി. 10ാം ക്ലാസ് സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഭാഗത്താണ് ഗവർണറെക്കുറിച്ച് പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ചാകണമെന്ന് ഇതിൽ പറയുന്നു. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി. പാഠപുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന് അംഗീകാരം നൽകാൻ കരിക്കുലം കമ്മിറ്റി വെള്ളിയാഴ്ച ചേരും. കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചാൽ ഈ അക്കാദമിക് വർഷം തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഗവർണറെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിക്കും. ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതുള്ള അതൃപ്തി രാജ്ഭവൻ നേരിട്ട് സർക്കാരിനെ അറിയിച്ചേക്കും. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയതെന്നാണ് സർക്കാർ വാദം. 24 തിരുവനന്തപുരം. മാർക്ക് ഏകീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനാണ് 1ാം റാങ്ക്. 76,230 പേരാണ് എഞ്ചിനീയറിംഗ് പഠനത്തിന് യോഗ്യത നേടിയത്. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം 2025 പ്രവേശന പരീക്ഷാഫലമാണ് പ്രസിദ്ധീകരിച്ചത്. എഞ്ചിനീയറിംഗിൽ മൂവാറ്റുപുഴ കല്ലൂർക്കാട് സ്വദേശി ജോൺ ഷിനോജ് 1ാം റാങ്ക് നേടി. 2ാം റാങ്ക് എറണാകുളം ചെറായി സ്വദേശി ഹരികിഷൻ ബൈജുവും 3ാം റാങ്ക് കോഴിക്കോട് കാക്കൂർ സ്വദേശി BN അക്ഷയ് ബിജുവും സ്വന്തമാക്കി. 1ാം റാങ്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ജോൺ ഷിനോജ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ കാരണം ഞാൻ സ്റ്റേറ്റ് വരുന്നു. അപ്പോൾ 20ന്റെ അടുത്തൊക്കെയാണ് പ്രതീക്ഷിച്ചുള്ളൂ. എന്നാലും വളരെ സന്തോഷമുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പെൺകുട്ടികളിൽ സംസ്ഥാനത്ത് 1ാമതെത്തിയത് പൊതു റാങ്കിങ്ങിൽ 9ാം റാങ്ക് നേടിയ കൊല്ലം പെരുമ്പുഴ നികേതത്തിൽ ദിയ രൂപയാണ്. SC വിഭാഗത്തിൽ കാസർഗോഡ് നീലേശ്വരത്തെ ഹൃദിൻ S ബിജുവും, ST വിഭാഗത്തിൽ കോട്ടയം മണാർക്കാട് കൊട്ടാരത്തിൽ KS ശബരിനാഥും 1ാം റാങ്ക് നേടി. 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേരാണ് എഞ്ചിനീയറിംഗിന് യോഗ്യത നേടിയത്. ഇതിൽ രേഖകൾ പരിശോധിച്ച ശേഷം 67,505 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ടോപ്പേഴ്സായി വന്ന എല്ലാ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നീതി കിട്ടാവുന്ന നിലയിൽ ഏറ്റവും ശാസ്ത്രീയമായ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സാണ് അവലംബിച്ചിട്ടുള്ളത്. ബിഫാം പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് ആലപ്പുഴ പത്തിയൂർ സാരംഗത്തിൽ അനഘ അനിലിനാണ്. 2ാം റാങ്ക് കോട്ടയം ആർപ്പൂക്കര പുല്ലാട്ട് ഹൗസിൽ ഋഷികേഷ് R ഷേണായിയും, 3ാം റാങ്ക് മലപ്പുറം എളങ്കുളം മാടയിൽ ഹൗസിൽ ഫാത്തിമത്ത് സഹ്റയും നേടി. 27,841 പേരാണ് ഫാർമസി പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയത്. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.